ഓം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന നാരായണീയ പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമന്നാരായണീയത്തിൽ 13-ാം ദശകത്തിൽ ഹിരണ്യാക്ഷവധം പാരായണം തുടരുന്നു. ശ്ലോകങ്ങൾ 4, 5, 6. ശ്ലോകം 4. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഗുഷ്ഠവിയതാ രണാലോകുത്സുക്യാത് മിളതി സുരസംഗീദ്രുതം അമും നിരുന്ധ്യാസന്ധ്യാദ പ്രഥമം ഇതി ദാത്രാ ജഗദിഷേ. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോ നതഗദോ നിയുദ്ധേന ക്രീഡൻ ഘടഘടരവോദ്ഗുഷ്ഠവിയതാ രണാലോകുത്സുക്യാത് മിളതി സുരസംഗീദ്രുതം അമും നിരുന്ധ്യാസന്ധ്യാദ പ്രഥമം ഇതി ദാത്രാ ജഗദിഷേ. ഹിരണ്യാക്ഷൻ വരാഹമൂർത്തിയെ കണ്ടയുടനെ കയ്യിൽ ഗദയുമേന്തിയെത്തി. ഉടനെ അവിടുന്ന് ഊക്കൻ ഗദയും വഹിച്ചുകൊണ്ട് ഏറ്റുമുട്ടി. ഗദകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ആകാശത്തെത്തി. അതു കേട്ട ദേവകൾ യുദ്ധം കാണുന്നതിനായി കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടേയിരുന്നു. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നത് കണ്ട ധാതാവ് അങ്ങയോടുണർത്തിച്ചു, ഭഗവാനെ, ക്ഷണത്തിൽ ഇവൻ്റെ കഥ കഴിക്കണമേ. ഇതാ നേരം സന്ധ്യയാകാറാകുന്നു. സന്ധ്യാകാലമെത്തിയാൽ അസുരന്മാർക്ക് വീരശൗര്യാദി വാസനകൾ കൂടും. അപ്പോൾ അവനെ കൊല്ലാൻ താമസം നേരിടും. അതുകൊണ്ട് സന്ധ്യയ്ക്ക് മുന്നേ ഇവനെ കൊല്ലുന്നതാണ് നന്ന്. ഭഗവാന് ന്യായാന്യായങ്ങളും നീതി വ്യവസ്ഥകളും അറിയാമെന്ന് ബ്രഹ്മാവൻ അറിയാം. എങ്കിലും മൃഗരൂപത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേയുള്ളൂ. സന്ധ്യാകാലം വന്ദിക്കേണ്ട സമയമാണ്. ആ സമയം സന്ധ്യയെ വന്ദിക്കാൻ നിൽക്കാതെ യുദ്ധം ചെയ്യുന്നത് നീതിയല്ല എന്ന ലോക മര്യാദ പാലിക്കാൻ ബാധ്യതയുണ്ട് എന്നും ഓർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്ലോകം 5. ഗദോന്മർദേ തസ്മിംസ്തവ ഖലു ഗദായാം ദിദുഭുവോ ഗദാഗാധാത് ഭൂമൗ ഥടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ഗദോന്മർദേ തസ്മിംസ്തവ ഖലു ഗദയാം ദിദുഭുവോ ഗദാഘാതാത് ഭൂമൗ ഥടിതി പതിതായാം അഹഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനചണം
മഹാചക്രം സ്മൃത്വാ കരഭുവി ദദാനോരുരുചിഷേ. ആ ഗദായുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഗദാപ്രഹരമേറ്റ് അവിടുത്തെ ഗദ താഴെ വീണപ്പോൾ യാതൊരു ക്ഷോഭവും കൂടാതെ പുഞ്ചിരിച്ചു കൊണ്ട് നിന്നു. പിന്നീട് അസുരകുലത്തെ മുഴുവൻ ധ്വംസിക്കത്തക്ക ശക്തിയുള്ള തൻ്റെ മഹാസുദർശനത്തെ സ്മരിച്ചു. ഉടൻ അത് കയ്യിലെത്തി. അത് തൃക്കൈയിലേന്തി അങ്ങ് വിലസി. ആശ്ചര്യം തന്നെ. ശ്ലോകം 6. തതശൂലം കാലപ്രദീം അരുഷി ദൈത്യേ വിസർജതി ത്വയി ചിന്തത്യേനത്കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാസകലോ വിദൂതം സ്ത്വാം സമദനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. തദാശൂലം കാലപ്രദീമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാസകലു വിദൂതം സ്ത്വാം സമദനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ. സുദർശനമേന്തി നിൽക്കുന്ന വരാഹമൂർത്തിയെ കണ്ട അസുരൻ അന്തകനെപ്പോലെ അതീവ ക്രുദ്ധനായി ശൂലമെടുത്ത് നിന്തിരുവടിയുടെ നേർക്ക് ചാടാൻ തുനിഞ്ഞപ്പോൾ അങ്ങ് തൻ്റെ കയ്യിലെ സുദർശനം കൊണ്ട ശൂലത്തെ മുറിച്ചു കളഞ്ഞു. അപ്പോൾ ആ ദുഷ്ടൻ മുഷ്ടി ചുരുട്ടി അങ്ങേ ഇടിക്കുകയും മായാതീതനായ അങ്ങയിലേക്ക് പലതരം മായകളിൽ പ്രയോഗിക്കുകയും ചെയ്തു. താമസികനായ ഹിരണ്യാക്ഷന് ഭഗവാന്റെ മഹത്വമറിയാൻ സാധിക്കാത്തതിനാൽ പല വിഡ്ഢിത്തങ്ങളും കാട്ടുന്നു. അതൊരു മൃഗമാണെന്ന് വിചാരിച്ച് മായകൾ കാട്ടുന്നു. ലോകത്തുള്ള മായയുടെ എല്ലാം ഇരിപ്പിടമാണ് ആ മൂർത്തിയെന്നോ ഒരുവിധ മായയും ആ മൂർത്തിയിൽ ഏൽക്കുകയില്ലെന്നോ ഒന്നും അറിയാതെ നിഷ്ഫലമായി മായ പ്രയോഗിക്കുന്നു. മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നു. ഇടിച്ച് ചമ്മന്തിയാക്കിയേക്കാമെന്നോ ഒക്കെ അവൻ വിശ്വസിക്കുന്നു. ഇവിടെ അജ്ഞാനത്തിൻ്റെ ഒരു തീവ്രതയാണ് ദർശനീയമാകുന്നത്. നമസ്തേ. ശ്ലോകങ്ങൾ 7, 8, 9, 10 തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്തേ. ശ്രീമന്നാരായണീയ പാരായണം തുടരും നാളെ. നമസ്തേ.